നമ്മൾ മലനട അമ്പലത്തിൽ പോവാണ്. നമ്മുടെ മലനട അമ്പലത്തിൽ കൊടിയേറ്റമായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനുണ്ട്, എൻ്റെ കൂടെ എൻ്റെ 2 അനിയത്തിമാരും ഉണ്ട്. ഇത് രുക്കു, പിന്നെ താരമുണ്ട്. വൈകുവിനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. വൈകിട്ടാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ വൈകും താരമ്മയും കൂടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അമ്പലം എത്താറായി. അമ്പലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇവിടെയാണ് വൈകുമോളുടെ അങ്കമാടി. അത് കുറച്ച് അങ്ങോട്ട് പോകണം. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്കമാടിയാണ്. യുക്കുവപ്പയും താരമ്മയും കൂടെ നടന്നു അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്പലം എത്താറായി. ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വൈകുട്ടിൻ്റെ സ്കൂൾ. വൈകു പഠിച്ച അങ്കമാടി ഇതാണ്. ഞാൻ വൈകുനോട് ചോദിച്ചു, മോളെ നിനക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ പറയാം. എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. രണ്ടാളിപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ നടന്ന് അമ്പലത്തിലോട്ട് പോകണം. അമ്പലം എത്താറായി. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ അമ്പലത്തിലെത്തി. നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കടകളും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ കൊടിയേറ്റം ആയതുകൊണ്ടാണല്ലോ കടകളും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് വെള്ളം കുളഞ്ഞ് ചെരുപ്പെല്ലാം അവിടെ ഊരിയിട്ടിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. യുക്കപ്പം പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാനും താരമ്മയും വൈകും കൂടെ സ്റ്റെപ്പ് കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ 3 ആളും കൂടെ പോയി തൊഴുതിട്ട് വരാം. യുക്കപ്പം അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും കൂടെ അമ്പലത്തിലോട്ട് കയറുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾക്ക് കടയിൽ കയറി എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് കടയിലുള്ള ഫുള്ള് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആളായിരുന്നു. അവസാനം എഴുതി ഒതുക്കി. അങ്ങനെ ഇത് മതി അമ്മ എന്ന് പറഞ്ഞ് മേടിച്ച് ആൾ ഹാപ്പിയായി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ നേരത്താണ് ആളവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി വീട്ടിലോട്ട് പോകാൻ നേരത്ത് യുക്കോപ്പ പറഞ്ഞപ്പോൾ പൊരിപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പൊരിപ്പ് പിടിച്ചു. ഉള്ളിവട മേടിച്ചു. ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെ സോസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിവട സോസ് കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ആക്കിയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ്